ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായില്ല, വേറെ ഒന്നുമില്ല, റൂം മേക്കോ. ഈ കാണുന്ന റൂം ഒന്നും ആയിരുന്നില്ല മക്കളെ. എന്റെ റൂം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡ്രീം ആയിരുന്നു ആക്ച്വലി ഈ റൂമിൽ ഒരു മാറ്റം വേണമെന്ന്. കാരണം എന്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്ന ഒരു സ്പേസ് ആണ്. എന്താ പറയാ, റൂമിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഗൈസ്, വേറെ എനർജി ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈക്ക് കിട്ടണമെന്നൊക്കെ അടിച്ചു വെക്കും. കൂടുതൽ വാചകം അടിക്കണേക്കാളും മുന്നേ നിങ്ങൾ ആ റൂം മേക്ക് ഓവർ ഒന്ന് കണ്ടിട്ട് വാ. എങ്ങനെയുണ്ട് നമ്മുടെ റൂം ഗൈസ്? അപ്പൊ ഈ വീഡിയോയില് ത്രൂ ഔട്ട് ഞാൻ മേടിച്ച സാധനങ്ങൾ ഭയങ്കര ചെലവ് ചുരുക്കിയിട്ടാണ് നമ്മുടെ ഈ റൂം മേക്ക് ഓവർ നടത്തിയ. പല വെബ്സൈറ്റിലൊക്കെ ഞാൻ പ്രൈസ് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ അതിന്റെ എല്ലാ റേറ്റും കാര്യങ്ങളും പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മുടെ ഈ വീഡിയോയില് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും എവിടെ ആദ്യം പണി തുടങ്ങണം, ഏത് പണിയാണ് ആദ്യം തുടങ്ങേണ്ടത്, അവസാനം തുടങ്ങേണ്ടതൊക്കെ. അപ്പൊ എന്തായാലും വെക്കേഷനൊക്കെയാണ്, ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടാവും റൂമിൽ നല്ലൊരു മാറ്റം വരുത്തണം. അപ്പൊ ഇതാണ് ബെസ്റ്റ് ടൈം ഗൈസ്. അപ്പൊ ഇനി റൂം മേക്ക് ഓവർ നിങ്ങളുടെ ഒരു വിഷ് ലിസ്റ്റിലാവരുത്, നേരിട്ട് നമുക്ക് ഒരു 3 മാസം മുമ്പേ എന്റെ റൂം ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ തുടങ്ങിയത് ജനലെന്നായിരുന്നു. കാരണം പെയിന്റ് അടിക്കണേക്കാളും മുന്നേ ജനലൊക്കെ നന്നായിട്ട് എന്റെ തുരുമ്പ് പിടിച്ചിരിക്കായിരുന്നു. പെയിന്റ് കടയിൽ നിന്ന് നമുക്ക് ഒരേ പേപ്പർ കിട്ടുമല്ലോ, അപ്പൊ അത് വെച്ചിട്ട് നന്നായി ഒന്ന് ജനലയുടെ കമ്പിയൊക്കെ ഒന്ന് ഉരച്ച് കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ പെയിന്റിങ് പണിയൊക്കെ തീർത്തേട്ടോ. ഇതാണ് ആ പേപ്പർ. ഒരു പേപ്പറാണ് ഞാൻ മേടിച്ചിട്ടുള്ളൂ, സാൻഡ് പേപ്പർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. അന്ന് രാവിലെ എന്റെ കൈമേ തേനീച്ച കുത്തിയിട്ട് കൈയൊക്കെ ആകെ വീർത്തിരിക്കുന്നു. ആ തേനീച്ച കുത്തിയ ഭാഗത്താണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്നു. സാൻഡ് പേപ്പർ കൊണ്ട് ഇട്ട് ഉരയ്ക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു മാസ്ക് യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നല്ല തുമ്മലൊക്കെ ആയിരിക്കും, അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ല പണിയായിരിക്കും ഗൈസ്, തുമ്മിച്ചാവും നമ്മള്. ഒരു മാസ്ക് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നല്ല അലർജി ആയിരിക്കും, നല്ല പൊടിയുള്ള പണിയാണ്. അലർജി ഉള്ളവരാണെങ്കിൽ തുമ്മിച്ചാവും. നമ്മുടെ ഒരു സാൻഡ് പേപ്പർ കഴിഞ്ഞിട്ടാ. സാൻഡ് പേപ്പർ കൊണ്ട് തുരുമ്പ് കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് പൊടി തൊട്ടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഡസ്റ്റി പോലെ ഇരിക്കും. ജനല പെയിന്റ് അടിക്കുന്നത് കാണുമ്പോൾ കുറച്ച് എളുപ്പമാണെന്നൊക്കെ തോന്നും, പക്ഷെ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഈ ഒരു ജനല പെയിന്റ് ചെയ്യാനാണ് ഗൈസ്. ഭയങ്കര ബോറടിക്കുന്ന മടുപ്പിക്കണ പരിപാടി അത്. ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത നെർലാക്കിന്റെ വൈറ്റ് പെയിന്റ്, അതിനൊരു 176 രൂപയായിട്ടുണ്ട്. പിന്നെ 2 ബ്രഷും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജനലൊക്കെ പെയിന്റ് അടിച്ച് കുറച്ചായപ്പോഴേക്കും എന്റെ ഒരു ഫ്രെയിം പെയിന്റ് അടിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ചുറ്റും ബ്രൗൺ കളറായിരുന്നു, അതും കൂടി ഞാൻ വൈറ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ആയപ്പോഴേക്കും ഞാൻ മീഷോന്ന് ഒരു വിനായിൽ സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ കബോർഡിന്റെ അവിടെ ഡയറക്റ്റ് പെയിന്റ് അടിക്കാനൊന്നും പറ്റൂല, അതിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. 2 വിനായിൽ സ്റ്റിക്കറിന്റെ പേപ്പേഴ്സ് 111 രൂപയാട്ടോ വന്നത്. ഇത് ഓയിൽ പ്രൂഫ് ആണ്, ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. പിന്നെ 60x200 സെന്റിമീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബോർഡിൽ നന്നായിട്ട് ഒട്ടിച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്റ്റഡി ടേബിൾ മലക്കൊക്കെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ ഇത് ഒട്ടിക്കുമ്പോൾ ഭയങ്കര ടാസ്ക് ആണ്, ഭയങ്കര സൂക്ഷിച്ച് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര മെസ്സി ആയിരിക്കും. ആദ്യമൊന്നും അതിന്റെ ടെക്നിക്കൊന്നും എനിക്ക് പിടികിട്ടിണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ സ്റ്റിക്കർ ഒട്ടിക്കണേക്കാളും മുന്നേ വെള്ളം നന്നായി തെളിയിച്ചു കൊടുക്കണം, എന്നിട്ട് വേണം അതിന്റെ പുറകിലെ പേപ്പർ വലിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പൊ കുറെ ചുളിവുകളൊന്നും കിട്ടില്ല കേട്ടോ. മെയിൻ ആയിട്ട് എന്റെ റൂം ഒരു ബ്ലൂ തീമിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലായിടത്തും ഞാനൊരു പിങ്ക് ലുക്കാണ് സാധാരണ കാണാറുള്ളത്. ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ബ്ലൂ എനിക്ക് ഭയങ്കര എനർജി തരുന്ന ഒരു കളറായതുകൊണ്ട് തന്നെ ആ ഒരു എനർജി റൂമിൽ നിന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇതാണ് ചൂസ് ചെയ്തേട്ടോ. ആൻഡ് കബോർഡ് ഞാൻ നേരത്തെ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് പലരും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പെയിന്റിന്റെ പരിപാടി ഒക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഡ്രില്ലിങ്ങിലേക്ക് കടന്നു. പിന്നെ ഞാൻ അന്ന് പെയിന്റ് അടിച്ച ഫ്രെയിം അങ്ങോട്ട് ഇതിലേക്ക് തൂക്കിയിട്ടു. ഫ്രെയിം പോരാഞ്ഞിട്ട് റൂം എസ്തെറ്റിക് ആവാണതിന്റെ വേറൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേസ്റ്റൽ കളറിലെ പ്രിന്റ് ഔട്ട്സ് ഒട്ടിക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു PDF സെറ്റ് ആക്കിയിട്ട് പോയിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ആകെപ്പാടെ 30 രൂപയായിട്ടുള്ള ലേസർ പ്രിന്റ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളർ വിട്ട് കളിക്കരുത്. അതിന്റെ ഇടയിൽ ഞാനൊരു ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് നേരത്തെ വന്ന കാരണം ഓർഡർ ചെയ്ത ബെഡ് ഞാൻ അവിടെ എടുത്തിട്ടിട്ടുണ്ട്. ആക്ച്വലി കട്ടിൽ പെയിന്റ് അടിച്ചിട്ട് ബെഡ് ഇട്ടാൽ മതി. നമ്മുടെ ബെഡ് നേരത്തെ എത്തിയോണ്ടാണ് എനിക്ക് ഇത് ഇത്ര ടാസ്ക് ആയത്. ഗൈസ്, ടുഡേ വി ആർ ഗോയിങ് ടു പെയിന്റ് അടിക്കുന്ന കട്ടിലിന്റെ സൈഡ്. ഇപ്പോഴത്തേക്ക് എൻ്റെ മുടി മാറ്റങ്ങൾ ഒരുപാടായി, എന്നിട്ടും റൂം മേക്ക് ഓവർ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ പണി ചെയ്യാം. ഓക്കെ, വെള്ള പെയിന്റ് അടിക്കാൻ പോവാണ്.
അപ്പൊ തന്നെ റൂമിൽ ഭയങ്കര ഒരു മാറ്റമൊക്കെ വരും കേട്ടോ. പിന്നെ പെയിന്റ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലായിടത്തും നല്ലോണം പേപ്പർ വിരിച്ചോ, അല്ലെങ്കിൽ പിന്നെ അത് ഇരട്ടിപ്പണിയാവും കഴിയും. അത് മാത്രല്ല, ഒരു കുപ്പി പെയിന്റ് പോരാഞ്ഞിട്ട് കുറച്ച് അതും കൂടി വേണ്ടി വന്നു. അപ്പൊ ആ നേരത്തെ ഓടാനൊക്കെ നിന്നു കേട്ടോ. നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ അതിന്റെ കൂടെ ടർപ്പന്റെ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കും, പെയിന്റ് ഇത്തിരി കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് തീർന്നുകൊണ്ട് എനിക്ക് ഇരട്ടിപ്പണിയായി, ഉച്ചയ്ക്ക് പോകേണ്ടി വന്നു ആ വെയിലും കൊണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ പോലെ ആവരുത്, ഇതൊക്കെ മുൻകൂട്ടി കണ്ട് എല്ലാം മേടിച്ച് വെക്കണം കേട്ടോ. ജനലയുടെ പെയിന്റ് അടിച്ചപ്പോഴേക്കും എന്റെ ഉപ്പാട് ഇളകി. സംഭവം ഞാൻ പെയിന്റ് അടിക്കണമെങ്കിലും ഈ റൂമിന്റെ 90% പെയിന്റ് അടിച്ചത് എന്റെ അച്ഛനാണ്. ഞാൻ സൈഡിൽ കൂടെ അങ്ങനെ വെറുതെ ഒരു രസത്തിന് അങ്ങോട്ട് ഇരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്കൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കാട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പാട് ഇളകും ഗൈസ്. അതിന്റെ ഇടയിൽ കൂടെ എനിക്കൊരു കൊറിയർ വന്നു. ഈ റൂം മേക്കവർ ആയിട്ട് ഒരു ബന്ധമില്ല, ഇതെന്റെ ചേച്ചി യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ പറഞ്ഞൊരു ലോഷൻ ആട്ടോ. അപ്പൊ അത് ഞാൻ മേടിച്ചപ്പോ സംഭവം ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും തുറന്ന് കാണിക്കാന്ന്. ബയോഡർമയുടെ ഒരു ലോഷനാണ് ഓർഡർ ചെയ്തത് ഗൈസ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ എന്തായാലും കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ മണത്ത് നോക്കുകയാണ്, ഇതിനെന്താ ഒരു മണമില്ലെന്ന്. ഇത് മണമില്ല, പിന്നെ പോരാത്തതിന് ഞാനൊന്ന് തേച്ച് നോക്കിയപ്പോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സ്കിന്നിലേക്ക് പെട്ടെന്നാട്ടോ പെനിട്രേറ്റ് ചെയ്ത് പോയത്. എന്തായാലും കൊള്ളാം സംഭവം. മുമ്പ് കുറച്ച് പ്രിന്റ് ഔട്ട്സ് എടുത്തു എന്ന് പറഞ്ഞു, അതിന്റെ കൂടെ കുറച്ച് ബട്ടർഫ്ലൈയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ മിററിന്റെ ചുറ്റും ഞാൻ ഒട്ടിച്ചിട്ടോ, കാരണം മിററിന്റെ സൈഡൊക്കെ ആകെ ഇങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുത്തപ്പോൾ കുറച്ചും കൂടി ഒരു എസ്തെറ്റിക് ലുക്ക് ആ മിററിന് തന്നെ വന്നു. അടുത്ത മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറ് വൈറ്റ് പെയിന്റ് അടിക്കായിരുന്നു. അപ്പൊ ആ പരിപാടിയും കൂടി തുടങ്ങി. ഡോറിന്റെ പെയിന്റ് അടിക്ക് ശേഷം ഈ 10 മണിയുടെ ലൈവിന് പോകുമ്പോൾ എനിക്കൊരു പടക്കം പൊട്ടിക്കണ ഒരു ശീലം ഉണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും അറിയാം. അപ്പൊ പൊട്ടിച്ച് എന്റെ വോളൊക്കെ ആകെ ഒരുമാതിരി കരിഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പൊ ആ ഭാഗം കൂടി ഞാനൊന്ന് പെയിന്റ് അടിച്ചിട്ട് പെയിന്റിങ് പണി എല്ലാം തീർത്തു കേട്ടോ. എന്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് പേപ്പർ കട്ടിങ്സും അങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ വോളുമേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഷോർട്സിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാണ്ട് നമ്മുടെ റൂം മേക്ക് ഓവറിൽ ഫൈനൽ ആൻഡ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കർട്ടൺ ഓർഡർ ചെയ്യാണ് ഗൈസ്. ആദ്യം ഞാൻ 7 ഫീറ്റിന്റെ കർട്ടണായിരുന്നു ഓർഡർ ചെയ്ത്, അത് റിട്ടേൺ ചെയ്തിട്ട് 6 ഫീറ്റിന്റെ കർട്ടൺ ആക്കി. പക്ഷെ എന്നിട്ടും അതിന്റെ ലെങ്ത് കൂടിയിട്ട് ഞാൻ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്. ഈ 3 പീസ് കർട്ടണിന് 452 രൂപയാട്ടോ വന്നത്. ലെങ്ത് കൂടി ഇപ്പൊ ഞാൻ പിന്നെ റിട്ടേൺ ചെയ്യാൻ നിന്നില്ല, അതിന്റെ താഴ്വശം അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കണ്ടപ്പോൾ നമ്മുടെ റൂമിന്റെ ടോട്ടൽ ഒരു മേക്ക് ഓവർ തന്നെ വന്നു. അത് കൂടാണ്ട് ഞാൻ നമ്മുടെ റൂമിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ലിങ്കും ഞാൻ എന്തായാലും കൊടുക്കാട്ടോ. ഇതിന് 257 രൂപയാണ്. ഓൺലൈനിൽ കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ് കിട്ടുക, ഞാൻ കുറച്ച് ഡാർക്കാണ് മേടിച്ചത് കേട്ടോ. വേണമെങ്കിൽ സ്റ്റഡി ടേബിൾ ഇതിന് കൂടുതൽ ഓർഗനൈസേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒതുക്കാം. മെയിൻ ആയിട്ട് ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും ഓർഗനൈസേഴ്സ് ആണെങ്കിലും കൊണ്ടുവരുന്നതൊക്കെ ലൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ ആക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫൈനലി നമ്മുടെ റൂമിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്ക് കിട്ടും ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ റൂം ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ചേച്ചി ഇതിന്റെ ഒരു കുറവുണ്ട് എന്നുള്ളവരൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഹൈപ്പ് കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.